പൊതുവെ ഗ്രഹസ്ഥിതിയിൽ ചില ഗ്രഹങ്ങൾ ചില രാശിയിൽ വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ഗുണം പ്രാധാന്യം കൂടുകയും ചിലപ്പോൾ ഗുണം കുറയുകയും ചെയ്യുന്നതായി കാണാം. അങ്ങനെ 3 അവസ്ഥകളാണ് ഈ രാശിയിൽ നമുക്ക് കാണാൻ കഴിയുക. ഒന്ന് സ്വക്ഷേത്രം എന്ന് പറയും. സ്വക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഓൺ ഹൗസ്, സ്വന്തമായിട്ടുള്ള രാശിയിൽ ഒരു ഗ്രഹം നിൽക്കുമ്പോൾ അത് വളരെ പവർഫുള്ളായിട്ട് അതിനെക്കൊണ്ട് നമുക്ക് നല്ല ഗുണം പ്രതീക്ഷിക്കാം. അതുപോലെ രണ്ടാമത്തേത് ഉച്ചം എന്ന് പറയും. ഉച്ചം എന്ന് പറഞ്ഞാൽ എക്സോൾട്ടേഷൻ, വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പൊസിഷനിലാണ് എന്ന് പറയാം. ഓരോ ഗ്രഹവും അതിൻ്റെ ചില രാശികളിൽ നിൽക്കുമ്പോൾ പവർഫുള്ളായിട്ട്. അതുപോലെ മൂന്നാമത്തേത് നീചം എന്ന് പറയും. നീചം എന്ന് പറയുമ്പോൾ ഡെബിലിറ്റേഷൻ, അത് നീചത്തിൽ നിൽക്കുമ്പോൾ പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാവും. പിന്നെ അത് ജ്യോതിഷത്തിലെ തന്നെ ഒരു നിയമം അനുസരിച്ചിട്ട് ഈ നീചത്തെ ഭംഗം ചെയ്ത് നീചഭംഗ രാജയോഗം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞിട്ടും കാണാം.